ആഗ്രഹിച്ച് കാണണം, ഞാൻ പുറത്തു പോകണം. അതേ മസ്താനി പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ അത്രയും ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ തന്റെ. കാരണം നമ്മൾ ഇത്രയും സീസൺ കണ്ടതിലേക്ക് എന്താ പറയാ, ഹൗസിൽ നിൽക്കാൻ ഒട്ടും യോഗ്യത ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മോശപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ് താൻ. അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റും ഉണ്ട്. ഇത്രയും മോശപ്പെട്ട രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ആളുകളെ ബിഗ് ബോസ് ഹൗസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർ തയ്യാറാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവിടെ ചെയ്യുന്ന നന്മകളെയാണ് പ്രേക്ഷകർ അംഗീകരിക്കുക, അല്ലാതെ തിന്മകളെയല്ല. സത്യസന്ധമായിട്ട് നിൽക്കുന്നവർക്കേ വിജയിക്കാൻ പറ്റൂ. അത് വെച്ച് നോക്കുമ്പോൾ മസ്താനിക്കൊന്നും ആ വീട്ടിൽ തുടരാൻ ഒരു യോഗ്യത ഇല്ല കേട്ടോ. ഞാൻ ഇതിന്റെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് പറയാണ്, അത്രയും വെറുപ്പിക്കലാണ്. പണ്ട് മസ്താനിയെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇന്റർവ്യൂ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കാണുമ്പോൾ വളരെ ഇഷ്ടമായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ വന്നപ്പോഴാണ് നിങ്ങളുടെ എല്ലാം ശരിയായിട്ടുള്ളൊരു രൂപം, നിറം പുറത്തു വന്നത്. അതിന് ബിഗ് ബോസിന് ബിഗ് സല്യൂട്ട്. ബിഗ് ബോസ് ഇങ്ങനെയൊരു ഷോ നടത്തുമ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ റിയലായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നു. അവരത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വോട്ട് ചെയ്ത് നിർത്തേണ്ടവരെ നിർത്തുന്നു, ബാക്കിയുള്ളവരെ ഒഴിവാക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീസണിൽ ഏറ്റവും മോശപ്പെട്ട 2 കണ്ടസ്റ്റന്റുകളിൽ ഒന്നാണ് മസ്താനിയും അതുപോലെ ലക്ഷ്മിയും. ഇവര് പുറത്താവാൻ അത്രയും പ്രേക്ഷകർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത്രയും വെറുപ്പിക്കലാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നാണെന്ന് ഒരു ബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്വന്തമായിട്ടൊരു നിലപാട് തന്നെ ഇല്ല. മറ്റുള്ളവർ പറയുന്നതും കേട്ട് അതിന്റെ വാലേ തൂങ്ങി നിൽക്കുക എന്നല്ലാണ്ട് സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്തൊരു കണ്ടസ്റ്റന്റായിട്ടാണ് മസ്താനി തോന്നി. അപ്പോൾ വളരെ സന്തോഷമായി. ഇത്രയും നാള് ബിഗ് ബോസ് കണ്ടതിലേക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തതെന്നാണ്. അതിന് ബിഗ് ബോസിന് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ.